പണ്ട് പണ്ട് പഴകന്നൂർ ദേശത്ത് ജീവിച്ചിരുന്ന ദേവദാസിയായിരുന്നു കാർവേണി. കാർവേണിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, അല്ലിയും അമ്പിയും. അതിസുന്ദരിയായിരുന്നു അല്ലി. അല്ലിയുടെ സൗന്ദര്യത്തിൽ മയങ്ങാത്തവരായി ആരും ആ നാട്ടിലുണ്ടായിരുന്നില്ല. അക്കാലത്താണ് അവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിൽ പൂജാരിയായി നമ്പി എന്ന വ്യക്തി എത്തുന്നത്. വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു നമ്പിയുടേത്. അല്ലി അയാളുമായി പ്രണയത്തിലായി. അധികം താമസിയാതെ തന്നെ അവരുടെ വിവാഹവും കഴിഞ്ഞു. എന്നാൽ തന്റെ മരുമകന്റെ ദുർനടപ്പും ധൂർത്തും കാർവേണി തിരിച്ചറിഞ്ഞു. നാൾ തോറും വഷളായിക്കൊണ്ടിരുന്ന മരുമകന്റെ പ്രവൃത്തികൾ സഹിക്കവയ്യാതെ കാർവേണി അയാളെ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്നാൽ ഭർത്താവിനോടുള്ള അതിയായ സ്നേഹം നിമിത്തം അല്ലിയും അയാളെ അനുഗമിച്ചു. വഴിമധ്യേ സ്വന്തം മടിയിൽ തലചായ്ച്ചുറങ്ങുകയായിരുന്ന അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഇതുകൊണ്ട് തല തല്ലി മരിച്ചു. എന്നാൽ യാത്രാമധ്യേ അല്ലിയുടെ ഭർത്താവായ നമ്പി സർപ്പദംശനമേറ്റു മരിച്ചു. കാലങ്ങൾ കടന്നുപോയി. അല്ലിയും അമ്പിയും ചോള രാജാവിന്റെ മക്കളായി നീലിയും നീലനുമായി പുനർജനിച്ചു. തുടർന്ന് രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. പ്രശ്നവശാൽ ഇതിനെല്ലാം കാരണം കുട്ടികളുടെ ജനനമാണെന്ന് തിരിച്ചറിഞ്ഞ ചോളരാജാവ് അവരെ നാഗർകോവിലിനടുത്തുള്ള പഞ്ചവൻകാട് അഥവാ കള്ളിയങ്കാട്ടിൽ ഉപേക്ഷിച്ചു. എന്നാൽ അവർ രക്ഷസുകളായി മാറി പഞ്ചവൻകാടിന്റെ സമീപമുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ വിഹരിക്കാൻ തുടങ്ങി. ശല്യം സഹിക്കവയ്യാതെ ആ നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് നാഗർകോവിലിൽ നിന്നും ഒരു മാന്ത്രികനെ വരുത്തിച്ചു, നാഗർകോവിൽ നമ്പി. നാഗർകോവിൽ നമ്പിക്ക് നീലനെ മാത്രമേ ആവാഹിക്കാൻ കഴിഞ്ഞുള്ളൂ. നീലി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഇതിനിടയിൽ നീലിയുടെ പൂർവ്വജന്മ ഭർത്താവായ നമ്പി ആനന്ദൻ എന്ന ഒരു വ്യാപാരിയായി പുനർജനിച്ചിരുന്നു. ഒരിക്കൽ ആനന്ദന് വ്യാപാരത്തിനായി കള്ളിയങ്കാട് വഴി യാത്ര ചെയ്യേണ്ടതായി വന്നു. നീലിയെ കണ്ട ആനന്ദൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി. എന്നാൽ ആനന്ദന്റെ പക്കൽ ഒരു മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതിനാൽ ആനന്ദനെ സ്പർശിക്കാൻ നീലിക്ക് കഴിഞ്ഞില്ല. നീലി ഒരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ തൊട്ടടുത്തുള്ള പഴകന്നൂർ ദേശത്ത് അഭയം പ്രാപിച്ചു. ഇതിനിടയിൽ നീലി ഒരു മായാവിദ്യ പ്രയോഗിച്ച് കൊച്ചുകുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്ന സ്ത്രീയായി രൂപമാറ്റം വരുത്തി പഴകന്നൂർ ദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് തന്റെ ഭർത്താവാണെന്നും കലഹത്തിനൊടുവിൽ അദ്ദേഹം ഓടിപ്പോവുകയാണെന്നും പറഞ്ഞ് നീലി ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ രാത്രി തന്ത്രപൂർവം നീലി ആനന്ദനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കള്ളിയങ്കാട്ടിലെ ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ നീലി യക്ഷിയമ്മയായി കുടിയിരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എന്നാൽ ഇതുകൊണ്ടൊന്നും നീലി അടങ്ങിയില്ലെന്നും പിന്നീട് കടമറ്റത്തു കത്തനാരാണ് നീലിയെ തളച്ചത് എന്നും മറ്റൊരു ഐതിഹ്യവും നിലനിൽക്കുന്നു.